എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല, ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ ഈ കണ്ണൂരുകാരുടെ കുഞ്ഞിപ്പത്തിരി. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ ബീഫിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതിന് വേണ്ടിയിട്ട് സവോള വഴറ്റിയൊന്നും ഞാൻ മെനക്കെട്ടിട്ടില്ല കേട്ടോ. കുറച്ച് തേങ്ങ അത് മൂത്ത് വരുമ്പോൾ അതിലേക്കുള്ള സ്പൈസസും ഇട്ട് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, അതുപോലെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കേട്ടോ. നേരെ ഇതെല്ലാം കൂടി ബീഫിലേക്ക് ഇടുക. നമ്മൾ അരിഞ്ഞു വെച്ച സവോള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഒരു ഗ്ലൗസ് ഇടുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അങ്ങനെ എന്നിട്ട് നല്ലപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് പുരട്ടിയെടുത്തിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് അത് ജാറ് കഴുകിയ വെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ കുക്കറിലിട്ട് ഒരു 6 വിസിൽ വരുന്നവരെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഈ രീതിയിൽ ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്ക് കുഞ്ഞിപ്പത്തിരിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളിയും ജീരകവും കൂടി ഒന്നിട്ട് ചതച്ചിട്ട് നമ്മുടെ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ല തിളച്ച വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് കുഞ്ഞുരുളകളാക്കിയിട്ട് ഒന്ന് പയ്യെ ഞെക്കിയതാ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയുടെ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല കേട്ടോ, ജസ്റ്റ് മിക്സിങ് മാത്രം. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണമെങ്കിലും ഇത്രയും അടിപൊളിയായിട്ട് വരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.